ഹായ് ഹലോ. അപ്പം ഞങ്ങൾ ഇന്നത് എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കൊരു ഫോൺ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കൊടകര വേണൂസിലോട്ട് പോകട്ടെ. വേണൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറയാം. കാരണം ഞാൻ എന്തെടുത്താലും വേണൂസിൽ പോയിട്ട് എടുക്കാറുള്ളൂ. ഇപ്രാവശ്യം ഫോൺ മാത്രം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ മൈജിന്ന് പോയി എടുത്തത്. കാരണം എനിക്ക് അവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായൊരു എല്ലാവരും നല്ലൊരു സ്നേഹമുണ്ട്. പിന്നെ നമുക്ക് ചെന്നാലും നമ്മൾ ഒത്തിരി ലാഗൊന്നും അടിപ്പിക്കാറില്ല. അപ്പം ഞാനെൻ്റെ ഫ്രണ്ട് ഒരു ഫോൺ മേടിച്ചു. ഞാനും ഏട്ടനും കൂടിയിട്ടാണ് പോയത്. ഈ പോകുന്നത് അവിടുത്തെ ഏറ്റവും വലിയ കൂതറ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറയാം കേട്ടോ. പക്ഷെ പാവമാണ്. അപ്പോൾ പിന്നെ ഞങ്ങളിത് ഫ്രണ്ടിനൊരു ഫോണൊക്കെ മേടിച്ചു. ഇപ്പോഴാണെങ്കിൽ അവിടെ ഓണം പ്രമാണിച്ച് എന്തോ സ്ക്രാച്ചിങ് അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ, ഗിഫ്റ്റ് കിട്ടലൊക്കെ. അപ്പോൾ പിന്നെ ഞാനിത് മോളുടെ ഇവനാണ് കേട്ടോ, ഞങ്ങൾക്ക് എപ്പോൾ ചെന്നാലും മൊബൈലൊക്കെ എടുത്ത് തരിക. നല്ല നല്ല പയ്യനാണ് കേട്ടോ, ജെൻസൺ എന്നാണ് പേര്. അപ്പോൾ നല്ല പയ്യനാണ്. അപ്പോൾ അവൻ നേരെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ ഒന്നും എടുക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഇത് സ്ക്രാച്ച് ചെയ്തപ്പോൾ അവളിത് അതിനകത്ത് അവൾക്കൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ കിട്ടിയത്. സ്പോട്ടിൽ തന്നെ നമുക്ക് ഗിഫ്റ്റ് എടുത്തതിന് ശേഷം അപ്പം തന്നെ ഒരു സ്ക്രാച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വേണൂസിൻ്റെ പ്രമോഷനൊന്നുമല്ല, ഞാൻ സീരിയസ്ലി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് പറയുന്നത് കേട്ടോ. അതായത് ഞാൻ വേണൂസിൻ്റെ പ്രമോഷനായിട്ട് ചെയ്യുന്നതൊന്നുമില്ല. പക്ഷേ ഇനി നോക്കിക്കോ, കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വക ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞത് എടുക്കുമ്പോൾ എൻ്റെ കൈയും കാലൊക്കെ വിറച്ചായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവൾക്ക് അങ്ങനെ തന്നെ ഒരു ബെഡ്ഷീറ്റ് കൊടുത്തു കേട്ടോ. ബെഡ്ഷീറ്റ് സത്യം എനിക്ക് കിട്ടി. അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയെങ്കിലും കിട്ടിയത് എനിക്കാണ് കേട്ടോ. അവൾ എനിക്ക് തന്നായിരുന്നു അത്. അവൾ നല്ലൊരു മൊബൈലൊക്കെ എടുത്തു. ഞാൻ വേണൂസിൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. സർവീസിനൊക്കെ അടിപൊളിയാണ്. എൻ്റെ ഫ്രണ്ടിന് ഫോൺ എടുക്കാൻ വന്നതാണ്. അപ്പോൾ അവൾക്ക് സ്ക്രാച്ച് ചെയ്തൊരു ബെഡ്ഷീറ്റ് അത് കിട്ടി. പിന്നെ അതുപോലെ കൊടകര വേണൂസിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാണ്ടുള്ള വെപ്രാളമായിരുന്നു നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾക്ക് എറണാകുളം പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ ഏട്ടനാണെന്ന് കൊണ്ടാക്കണം, കാരണം ഏട്ടനൊന്നും വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ആലുവ എത്തണേക്ക് മുന്നേ മീൻചട്ടിയിൽ ഫുഡ് കഴിക്കാൻ കയറിട്ടോ. പക്ഷേ ഫുഡ് കഴിക്കാൻ മുന്നൊക്കെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു. ഇപ്പോൾ ഒട്ടും കാര്യമില്ല കേട്ടോ. അതായത് ഞങ്ങൾ കൂന്തളും മീൻമുട്ടയൊക്കെ മേടിച്ചു. അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പായിരുന്നു. ഒരു നിസ്സാര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ പ്ലേറ്റ് കണ്ടാൽ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എൻ്റെ അച്ഛൻ ഷാപ്പിൽ കറി മേടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പാത്രം, അത്രയും ചെറുത്. പണ്ടത്തെ അത്ര ടേസ്റ്റും ഇല്ല കേട്ടോ. ഫുഡ് തീരെ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ആ പൈസയ്ക്കുള്ളതില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലുവിലോട്ടാണ് കേട്ടോ. ലുലുവിൽ അവൾക്ക് ഫ്രണ്ടിന് എന്തൊക്കെയോ 1-2 സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അവളും കൂടി പോയി കേട്ടോ. ഞാൻ പിന്നെ നടന്നു പോകുമ്പോൾ മെട്രോ പിടിച്ചിട്ടാണ് ഞാൻ പോയത്. ഏട്ടൻ ആലുവയിൽ ഇറക്കിയിട്ട് പോയി കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.